ഇതുവരെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നു സംസാരിച്ചുകൊണ്ട് ഒരു പുതിയൊരു തുടക്കമാണ്. എക്സ്പോർട്ടിൻ്റെ സക്സസ്സുകളല്ല നമ്മളിനി നോക്കണത്, എക്സ്പോർട്ടിലെ ഫെയിലിയേഴ്സാണ്. കാരണം ഒരുപാട് പേര് എക്സ്പോർട്ടിൻ്റെ സക്സസ് സ്റ്റേജുകൾ പറയുന്നുണ്ട്. എല്ലാവരും എക്സ്പോർട്ടിലേക്ക് ഇറങ്ങും, ഒരുപാട് ലാഭം ഉണ്ടാക്കൂ, ഒരുപാട് ലക്ഷങ്ങൾ സമ്പാദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഇതിന് രണ്ട് സൈഡ് ഉണ്ട്. ലാഭം മാത്രമല്ല ലോസും ഉണ്ട്. കറണ്ട് സെനേരിയോസ് ലോസാണ്. പിന്നെ എല്ലാ ബിസിനസ്സും ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും. എക്സ്പോർട്ടിനും ലാഭമുണ്ട് നഷ്ടമുണ്ട്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കുറേ കാലങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇത് ലാഭത്തിലേക്ക്, ഒരു ചെറിയൊരു ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞ് ലാഭത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും എത്തില്ല. ഒരുപാട് പേര് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, കാരണം ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. കാശ് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആക്ച്വൽ ഫാക്ട്സ് നമ്മളിനി കാണിച്ചു തരുന്നതായിരിക്കും. ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിൽ കുറച്ച് ഫെയിലിയറായ കണ്ടെയ്നേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എക്സ്പോർട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇതിൻ്റെ ഒരു കോയിൻ്റെ രണ്ട് സൈഡ് ഉണ്ട്. അതിൻ്റെ സക്സസ് സൈഡ് മാത്രമാണ് എല്ലാവരും കാണുന്നുള്ളൂ. അതിൻ്റെ രണ്ടാം സൈഡ് ഫെയിലിയറാണ്. അപ്പോൾ രണ്ട് സൈഡും മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ്സിട്ട് ഇറങ്ങാൻ വേണ്ടി.